ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രാജേഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറില്ലേ, ഒരു കോമഡി ആർട്ടിസ്റ്റാണ്. കുറച്ച് സീരീസൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നിയേക്കണത് നമ്മുടെ മകേഷിൻ്റെ പ്രതികാരത്തിൽ നാഷണൽ ആന്തം പാടുമ്പോൾ നിൽക്കുന്ന ആ ഒരു നിപ്പാണ്. അത് കുറേ ആലോചിച്ചൊക്കെ ചിരിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഡയലോഗുകളൊന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പ്രസൻസിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ഇതായിപ്പോയി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഫ്രീ ഹാൻഡാണ്, നമ്മൾ ജസ്റ്റ് റഫ് ഇതായിരുന്നു നോക്കിയിട്ട് അങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്യാനാണ്. എന്നത്തെ പോലെ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ പറയേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുക. ഏത് വിഷയമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയണ്ട, എന്തായാലും ആർട്ടായാലും ശരി, സ്റ്റഡി ആയാലും ശരി, അല്ലെങ്കിൽ എന്താ പറയുക വർക്കായാലും നമ്മൾ അതിൽ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക, ഡിസിപ്ലിനായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതല്ല നമ്മുടെ ഒരു പറയാൻ എല്ലാ കൂട്ടുകാരോടും പറയാനുള്ളത് അത് മാത്രമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, അതായത് രാവിലെ ഒരു 6 മണി കഴിയുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്ക് ചെറുതായിട്ടൊന്ന് നടക്കുക, അല്ലെങ്കിൽ ബൈക്കെടുത്ത് ജസ്റ്റ് ബൈക്കോ എന്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കണത് എപ്പോഴും നല്ലതായിരിക്കും. സൺ ഉദിക്കുന്നതിന് മുമ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ടല്ല, ഒരു 6 o'clock ആകുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു ഫീൽ നമ്മളുടെ പോസിറ്റീവ്, നമ്മളെന്താ പറയുക, നമുക്ക് കൂടുതൽ നേരം നമുക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, മെയിനായിട്ട് എന്ത് ഇതാണെങ്കിൽ നമ്മൾ ഇരിക്കണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു എന്താ പറയുക, ഒരു പവർ, ഇൻബിൽഡായിട്ടുള്ള ഒരു പവർ നമുക്ക് കയറി വരുന്നതാണ് എനിക്ക് തോന്നിയേക്കണത്. ഡെയിലി ഞാൻ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് നടക്കാറുണ്ട്, അല്ലെങ്കിൽ ബൈക്കെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊരു സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ആ ടൈമിലെന്ന് പറഞ്ഞാൽ വലിയ കൂടുതൽ വണ്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറേ കൂടി നിരീക്ഷിച്ചിട്ട് ആൾക്കാരെ മറ്റേ വഴികളും എല്ലാം ഇങ്ങനെ നോക്കി എല്ലാ വഴികളിലൂടെ തന്നെ ഒരേ വഴികളിൽ സഞ്ചരിക്കരുത്, ഇടയ്ക്ക് ചില വഴി മാറ്റിയൊക്കെ ഓടിച്ചൊക്കെ നോക്കുക. ഞാൻ പറയുന്നത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഡിസിപ്ലിനും അതുകൂടാതെ ഒരു സെൽഫ് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയാണ്. മറ്റൊരാൾ പറയുന്ന മോട്ടിവേഷനേക്കാൾ കൂടുതൽ പവർ നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ഇത് എനിക്ക് തോന്നിയേക്കണത്, നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇങ്ങനെ പറയണം കേട്ടോ, അല്ലാണ്ട് ഞാനിങ്ങനെ ഇതാക്കി പറയണല്ല. നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഞാൻ എന്താ പറയുക വരയ്ക്കുന്നത്, അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, ഫ്രീ ഹാൻഡ് ഉണ്ട്, മെത്തേഡ് ഉണ്ട്, പിന്നെ വാട്ടർ കളറിങ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ആനിമേഷൻ്റെ കുറച്ച് അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്ന എന്താ പറയുക, സെൽഫായിട്ട് നമുക്ക് എനർജി കിട്ടണ ഒരിത്, അത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ കുറച്ച് കാര്യം ഞാൻ നോട്ടീസ് വെച്ചാൽ, ആദ്യം ഞാൻ കുറേ റബ്ബ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ റബ്ബിങ് അത്രയും വരുന്നില്ല. ജസ്റ്റ് കുറച്ച് നേരം നോക്കി മോണിറ്റർ ചെയ്ത് വരയ്ക്കുന്നതുകൊണ്ടായിരിക്കാം. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ധൃതിയായിരുന്നു, എങ്ങനെ എത്തും ശരിയാവും എന്നുള്ളത്. ഇപ്പം അങ്ങനെ ഒരു ചിന്ത മനസ്സിലില്ല. ഞാനിപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ ഇതാണ് മെയിനായിട്ട്, ടൈം എടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കുറച്ച് നേരം ഏത് പാട്ടാണോ വരയ്ക്കുന്നത് ആ ഒരു പാട്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് എന്നിട്ട് വരയ്ക്കും. അത് മാക്സിമം റബ്ബിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നു വെച്ചാൽ, നമ്മൾ
വരച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു എന്താ പറയുക, ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ കുറച്ച് ഒരു ബോറടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതൊക്കെ കണ്ടിന്യൂ ചെയ്യരുത്. അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് മാറിയിട്ട് വേണം പിന്നെ രണ്ടാമതൊന്നിരിക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൂഡിൽ എന്ത് ചെയ്താലും കറക്റ്റായിട്ട് വരില്ല. നമ്മളിപ്പോൾ വിചാരിക്കേണ്ട ഫുള്ളും വരച്ച് തീർത്തിട്ട് എഴുന്നേറ്റാൽ മതി എന്നാൽ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റിപ്പോൾ തോന്നണ ശരിയാവണില്ല, അപ്പം തന്നെ എഴുന്നേൽക്കുക. പിന്നെ അപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആകുക. അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് കുറച്ചും കൂടി ഫിനിഷിങ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ പറയുമായിരുന്നു ആദ്യം തന്നെ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇരുന്ന് വരയ്ക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇടയ്ക്ക് ചില സമയത്ത് നമ്മൾ ഓരോരോ വീട്ടിലായതുകൊണ്ട് പല തിരക്കുകളുണ്ടാവുമല്ലോ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മൾ അപ്പം തന്നെ എഴുന്നേറ്റ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഫ്രീ ആയിട്ടിരുന്ന് ഇതിലേക്ക് വരും. അതായത് നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വരാനെക്കുറിച്ച് ഞാൻ പറയണ്ട, കാരണം അതൊരു ഫ്രീ ഹാൻഡാണ്, നമ്മൾ നോക്കി വരക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയണത് വെച്ചാൽ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്താ പറയുക, ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പ്രാക്ടീസിങ് ഇപ്പോഴും നമ്മൾ ബിഗിനേഴ്സ് തന്നെയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, അതുകൂടാതെ വരയ്ക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അതുതന്നെയാണ് പറയാനുള്ളത്. പിന്നെ പുള്ളിയുടെ വേറെ കുറേ നല്ല പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടൻ തന്നെയാണ്, കുഴപ്പമില്ലാത്ത ഒരു, അല്ലേ, ചെറിയ സൈഡ് റോളാണെങ്കിലും അതിൽ പുള്ളിയുടെ പ്രസൻസ് ആ ഫിലിമിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങി വന്നാലും കുറേ നാൾ കഴിഞ്ഞാലും നമ്മളെ പുള്ളിയെ ഓർക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തതിൻ്റെ. ഇതിപ്പോൾ ഞാൻ കളർ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു പെൻസിൽ ഷെയ്ഡ് തന്നെ ചെയ്തിട്ട് പോണതാണ്. കുറേ ദിവസമായി പെൻസിൽ ഷെയ്ഡ് മാത്രം ചെയ്ത ഒരു പിക്ചർ ചെയ്തിട്ട്. പിന്നെ വാട്ടർ കളർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ സജഷൻ ആദ്യം നമ്മൾ ഏറ്റവും സിമ്പിളസ്റ്റ് ചെയ്ത്, അതായത് പൂക്കൾ, ചെടികൾ, വീട്, സീനറീസ്, ലാൻഡ്സ്കേപ്സ്, അതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ചെറിയ കാര്യങ്ങളിൽ ആദ്യം ചെയ്യുക. അതിലൂടെ നമ്മൾ ബ്രഷ് കറക്റ്റായിട്ട് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയറായിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസിലൊന്നും അങ്ങനെ അത്രയും ഇത് ചെയ്തിട്ടില്ല, കളർ കൊടുത്തിട്ടില്ല. അപ്പം ആ കറക്റ്റ് കളർ കിട്ടിയില്ല. ഞാൻ പറഞ്ഞാൽ അതിന് ആയിട്ടില്ല, അത്രയും കളർ ചെയ്ത് സെറ്റാക്കാനായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഞാൻ വാട്ടർ കളർ ഇപ്പം ബിഗിനിങ് തന്നെയാണ് എൻ്റെ. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക. എന്ത് കാര്യമാണെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങി കുറച്ച് കൂട്ടി കൊണ്ടുവരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. ഒരു ദിവസം തന്നെ ഫസ്റ്റ് കുറേ നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം 10 മിനിറ്റ് ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് തോന്നണ ഒന്നുകൂടി ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ പോയിട്ട് രണ്ടാമതായി ഒന്ന് ജസ്റ്റ് ഒരു പിക്ചറും കൂടി ഇടുക. അപ്പോൾ വരയ്ക്കുക. നമ്മൾ എന്തായാലും നമ്മൾ അത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമ്മൾ ആ ഒരു ബ്രെയിനിൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റാവുള്ളൂ. നമ്മൾ ആ ഒരു കളറിൻ്റെ കോമ്പിനേഷനും പിന്നെ കളർ മിക്സിങ്ങും എല്ലാം. പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിനേക്കാൾ ഒരു 2 പടി ഫ്രണ്ടിലാണ് കളറിങ് ചെയ്യണതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കാരണം ആൾക്കാരുടെ കണ്ണിൽ കളേഴ്സ് വരുമ്പോൾ ആൾക്കാരുടെ കണ്ണിലേക്ക് ഒരു അട്രാക്ഷൻ വരും. പെൻസിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഇത് വരില്ല. അതൊരു ബേസിക് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്ന എന്ത് കാര്യത്തിനും ആദ്യം നമ്മൾ ഒരു ഷെയ്ഡ് കൊടുക്കുമല്ലോ. ഇപ്പോൾ ഡിജിറ്റലാണെങ്കിൽ നമ്മൾ റഫായിട്ടൊന്ന് വരയ്ക്കുമല്ലോ പെൻസിലെടുത്തിട്ട്, എന്നിട്ടാണല്ലോ പിന്നെ നമ്മൾ ഡാർക്ക് ചെയ്തിട്ട് പിന്നെ കളർ ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവർ ചെറുതായിട്ട് കളറും കൂടി ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. നമ്മളെപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കരിയറിൽ വേണം എന്നാണ് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ ഷർട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചെയ്യുക. എത്രത്തോളം ഫിനിഷായെന്നറിയില്ല. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക,
ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ. പിന്നെ അതുകൂടാതെ കാർട്ടൂൺസ് ഒക്കെ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷേപ്പ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ കുറേ കൂടി നമുക്ക് അതിലോട് ഇൻട്രസ്റ്റ് വരും. കാരണം അത് പെട്ടെന്ന് കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കൊരു ഇതായിരിക്കും, ഓക്കെ ഇത് കറക്റ്റായിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക്കിലേക്ക് പോകാം എന്നുള്ള ഒരു മൈൻഡ് വരും. ഞാനീ സംസാരിക്കുന്നത് എല്ലാം ബിഗിനേഴ്സിന് പറ്റിയ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം ഞാനൊരു ആ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇപ്പോൾ പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ ഡ്രീമിൻ്റെ കാര്യം വരുമ്പോൾ പക്ക ഡിസിപ്ലിൻഡ് ആയിരിക്കുക, പിന്നെ വെൽ മോട്ടിവേറ്റഡ് ആയിരിക്കുക, പിന്നെ പ്രാക്ടീസ് കണ്ടമാനം ചെയ്യുക. അല്ലെങ്കിൽ കണ്ടമാനം നേരം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് തന്നെ തിങ്ക് ചെയ്യുക. അതിനെ കുറേ ഇഷ്ടംപോലെ ആൾക്കാർ നല്ല നല്ല പിക്ചേഴ്സുകൾ വരച്ചിട്ടുണ്ട്. അതൊക്കെ മോണിറ്റർ ചെയ്യുക, അതൊക്കെ ഫോക്കസ് ചെയ്യുക, അതേപോലെയൊക്കെ തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ ഓരോ ദിവസം കടന്നു പോകും തോറും നമ്മൾ ഇതിലേക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക, അതിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ശരി എന്നാൽ. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കുക, ഡിസിപ്ലിൻ ഉണ്ടാവുക. അതുകൂടാതെ നമ്മുടെ ഡ്രീംസ് അത് നമ്മളെപ്പോഴും അതിൻ്റെ പുറകെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.